അപ്പോൾ നമുക്ക് നിങ്ങളുടെ ആ വ്യക്തിയെക്കുറിച്ച് ഒന്ന് നോക്കിയാലോ. അവരുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് അവരുടെ പേര് 3 തവണ മനസ്സിൽ ഉരുവിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല സ്നേഹമായി വിശ്വസ്തയോടുകൂടി ആരംഭിച്ച ഒരു റിലേഷനായിരുന്നു. നിങ്ങളിൽ ഒരാൾക്ക് സ്നേഹവും റിലേഷനൊക്കെ വളരെ സിൻസിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി കെയറിങ്ങും റൊമാൻസൊക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. പെട്ടെന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സൈലൻസ് ഒക്കെ ഉണ്ടായതായി കാണുന്നത്. ആ ഒരു പേഴ്സൺ കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ ഉള്ളതായി കാണുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടുപോയതായി കാണുന്നുണ്ട്. ഒരു സ്റ്റക്കായി പോയൊരവസ്ഥ. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായി കാണിക്കുന്നുണ്ട്. അത് ബാലൻസ് ചെയ്ത് പോകാനും അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ടുന്നതായി കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഒത്തിരി ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. ഇതിൽ ഒരാൾ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ വളരെ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. അവരെ ആരും കൺട്രോൾ ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നില്ല എന്ന് വേണം പറയാൻ. അവർക്ക് വേണ്ടി ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. എന്തുകൊണ്ടോ അവർ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ കൂടുതലും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിന് തന്നെയാണ്. അവരുടെ ജോബിലോ എന്തോ ഒരു പ്രശ്നത്തിൽ അവർക്കൊരു റിജക്ഷൻ ഇവിടെ കിട്ടിയിട്ടുള്ളതായി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വേദന അവർക്കുണ്ടായി. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും അവർ നിങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അറിയാനും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളെ അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളുടെ എനർജിയും കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർക്കോ നിങ്ങളോ ഇതിനിടയിൽ കുഞ്ഞുങ്ങളുള്ളതായി കാണിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അതവർ പുറത്ത് കാണിക്കാതെ നിൽക്കുകയാണ്. ഇവിടെ ഒരു പേടിയും കൺഫ്യൂഷനുമൊക്കെ ഉള്ളതായി കാണിക്കുന്നു. അവർ അതുകൊണ്ടാവാം ഒന്നും തുറന്ന് സംസാരിക്കാത്തത്. ഒരു പക്ഷേ നിങ്ങൾ വളരെ മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരി എന്ന് ആ വ്യക്തി പറഞ്ഞിട്ട് പോയതായിരിക്കാം. പക്ഷേ വീണ്ടും അവർ തിരിച്ചു വരണമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ഈഗോ പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് റിജക്ഷൻ തന്നിട്ട് പോയ വ്യക്തിയായിരിക്കാം. ഇപ്പോൾ അവർക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത്. ചിലർക്ക് ഇതിൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, മാരേജ് ചെയ്ത് ഒന്നിച്ച് ജീവിക്കണം, സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെയാണ്. നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വളരെയധികം ശ്രമിച്ചത്. പക്ഷെ ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ നൽകാതെ പോയതായിരിക്കാം. നിങ്ങളുടെ സ്നേഹം ഈ സമയത്ത് അവർക്ക് കുറേശ്ശെ മനസ്സിലാകുന്നതായി കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ, എന്തൊക്കെ ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ ചില കാര്യങ്ങൾ പരസ്പരം സത്യസന്ധമായി പറയാതിരുന്നത് കൊണ്ടാകാം. റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പകുതി പേർക്കും നിങ്ങളുടെ ഈ വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായി കാണിക്കുന്നുണ്ട്. ബാക്കി വരുന്ന പകുതി പേർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു വ്യക്തി വരുന്നതായി കാണിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ആളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഇനി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർ സത്യസന്ധമായും പൂർണ്ണമായും അവരെ തന്നെ നിങ്ങൾക്ക് നൽകി സന്തോഷമായി ജീവിക്കണമെന്നാണ് ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഒരു ഹീലിങ്ങിൻ്റെ ബേസിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങളടുത്തേക്ക് വരുന്നത്.
അവരുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്ന് ഒറ്റപ്പെട്ടു പോയ സമയത്തൊക്കെ നിങ്ങളായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിലൂടെ വലിയൊരു മാറ്റം അവർക്ക് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിച്ചതായി കാണിക്കുന്നുണ്ട്. നിങ്ങളവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഒത്തിരി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തതായിട്ടും കാണിക്കുന്നുണ്ട്. അവരെ സന്തോഷിപ്പിക്കാനായിട്ടായിരുന്നു നിങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അവർ പുറത്തോട്ട് സ്നേഹമൊന്നും കാണിക്കാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടെ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ സന്തോഷങ്ങളെല്ലാം ഇപ്പോഴും അവർ ഓർക്കുന്നതായി കാണുന്നുണ്ട്. ചിലർക്ക് മൂന്നാമതൊരു വ്യക്തി വന്ന് നിങ്ങളുടെ സന്തോഷമെല്ലാം തല്ലി തകർത്ത് പോയതായി കാണിക്കുന്നുമുണ്ട്. നിങ്ങളുടെ ലോകം തന്നെ അവരായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഇതെങ്ങനെ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ഓർത്ത് തലപുകയ്ക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. നിങ്ങളെ ഉപേക്ഷിക്കാനും വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഒരുപക്ഷെ അത് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടി ആയിരുന്നില്ല അവരോടുകൂടി ഈ സ്നേഹം നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ സത്യമായും നിങ്ങളടുത്തേക്ക് തിരികെ വരും. ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹം നിങ്ങൾക്ക് തിരികെ തരണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. സെപ്റ്റംബർ മന്ത്, തിരുവനന്തപുരം, ലെറ്റർ T, ബാംഗ്ലൂർ, 333, നമ്പർ 4, ഗിഫ്റ്റ്, വിശാഖം നക്ഷത്രം, X 6, 2, മാംഗ്ലൂർ 30, പിണക്കം, ഫെബ്രുവരി, കുട്ടികൾ, C, അശ്വതി, 1010, yes, O 31, ആയില്യം, S, A 1974, 45, 26, 48, 15, ഉത്രട്ടാതി, ഓഗസ്റ്റ് 43, 333, ഓഗസ്റ്റ് 444, 39, ഭരണി, ടെമ്പിൾ, A letter, കാസ്റ്റ് ഡിഫറൻസ്, കായംകുളം, തിരുവല്ല, ബ്ലൂ കളർ, പാലക്കാട്, U ബ്ലാക്ക് കളർ, ജാനുവരി, മാർച്ച് 12, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ചോതി നക്ഷത്രം 37, 8, 333, I, yes, 24, 17, 2001, yes, 18, 20, ചെന്നൈ, തിരുവനന്തപുരം, ലെറ്റർ B.